ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നിന്മാതാവിശുദ്ധന്മാർ എന്നിവർ തൻ പ്രാർത്ഥനയാ സ്വർഗപിതാവിന്നേകസുത വചനമതാം രാജാദീശ നിന്നെ വാട്ടും ഞാൻ സഹജമതാമൃതിരഹിതാകാരുണ്യത്താ മാർത്തൻ വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേകോന ഗദന വിമലത സുജിയൻ നിവയുള്ള മഹിമാവിയലും ദൈവജനത്രീ കന്യകയാമറിയാമേന്നും ഹേദമാദേനെ മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോന മശീക നിജമൃതിയാലിവർത്തൻ മൃതിയെ മേദിച്ചു നിഗനിച്ചോനെ അപ്പരിപാവന തൃക്കയ്യ സ്വപിതാവോടൊപ്പം ജീവനും ൃകുദിശാസഹിതം വന്ദിതനെ പരികീർത്തിതനെ കൃപ ചെയ്യണോ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേലായിസോൻ കുറിയേലായിസോൻ കുറിയേലായിസോ പൗലോസ്ലീഹാ ധന്യൻ ചൊൽകേട്ടേ ദേവം
തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ചു എടുത്തെഴുന്നവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിനെ അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ഇന്ന് മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഒരുത്തൻ ക്രിസ്തുവിനാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അവൻ പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം നമ്മോട് നിരപ്പിച്ചു. നിരപ്പിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുന്നു. ദൈവം ലോകത്തിൻ്റെ ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ പക്കൽ വരമേൽപ്പിച്ചിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനപതികളായ ദൈവത്തോടും എഴുന്നള്ളുവിനെന്ന് ക്രിസ്തുവിന് പ്രകാരം അപേക്ഷിക്കുന്നു. അത് മുഖാന്തരം ഞങ്ങൾ പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു. ആഹായ് പാർക്കുമോ ഹല്ലേലൂയ. സ്തുതി ബലികളാണ് ചേരിടുവീ കർത്തൃ പ്രാകാരേ നിർമ്മല കാഴ്ചയുമായി കർത്തനെ സ്തുതി മദ്ബഹാമുൻപിൽ. ഹാലേലൂയ. പാറയ്ക്കുമോർ നമ്മടക്കത്തോടും ഭയത്തോടും മണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുൻപാ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണം. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാട്ടെ. വന്നവനും വരുവാനിരിക്കുന്നവനായവൻ വാഴ്ത്തപ്പെട്ടവനാവുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ ചൊവ്വന സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ശുദ്ധ കന്യമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മുടെ യേശുമിശിഹായുടെ മനുഷ്യാവതാര വ്യാപാരകാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ചേറ്റു പറയുന്നു. അനന്തരം യേശുദമ്പുരാൻ തന്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം അരുളി ചെയ്തു: ഇടർച്ചകൾ വരാതിരിക്കുവാൻ നിവൃത്തിയില്ല. എന്നാൽ അവ ആരുമൂലം വരുന്നു അവന് കഷ്ടം. ആരെങ്കിലും ഈ ചെറിയൊരുവനെ ഇടർച്ച വരുത്തുന്നതിനേക്കാൾ അവന് നല്ലത് കഴുത്തിലൊരു വലിയ തിരികല്ല് കെട്ടി തൂക്കി സമുദ്രത്തിൽ എറിയപ്പെടുന്നതാകുന്നു. നിങ്ങൾ പ്രത്യേക ശ്രദ്ധയുള്ളവരായിരിക്കുക. നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ നീ അവനെ ശാസിക്കുക. അനുദപിക്കുന്നുവെങ്കിൽ അവനോട് ക്ഷമിക്കുക. അവൻ ദിവസത്തിൽ 7 പ്രാവശ്യം നിന്നോട് കുറ്റം ചെയ്തിട്ട് 7 പ്രാവശ്യവും നിന്റെ അടുക്കൽ വന്ന് ഞാൻ അനുദപിക്കുന്നു എന്ന് പറഞ്ഞാൽ നീ അവനോട് ക്ഷമിക്കുക. അപ്പോൾ ശിഷ്യന്മാർ കർത്താവിനോട് ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരയണമേ എന്ന് പറഞ്ഞു. കർത്താവിനോട് അരുളി ചെയ്തു: കടുകുമണിയോളം വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ അത്തിവൃക്ഷത്തോട് നീ വേരോട് പറഞ്ഞ് സമുദ്രത്തിൽ വേരുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ അനുസരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥിപ്പിൻ ശ്ലീഹന്മാരെ കർത്താവോടാ ഭിന്നത സഭ സംസന്ധാനങ്ങളിലില്ലാതാവാ നിങ്ങളതിൽ ചൊല്ലിയതാകും വിശ്വാസത്തെ മായിച്ചിടുവാൻ ദുഷ്കാർത്തികരതിനെ ചുറ്റുന്നു. സത്യമതാ മൂശൈലാവചനം കനകം പോൽ ശോധിച്ചിടട്ടെ. വൈദികർ വാഴ്ത്തും ശുദ്ധ സഭയ്ക്കുദയം
ചെയ്തോൻ കുറിയേലായിസോ. എല്ലാവരും നമസ്കരിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞു പോകുന്നില്ല എന്നുള്ള നല്ല ഉന്നതിയും എല്ലായ്പ്പോഴും സമർപ്പിപ്പാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ഞങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടുകയും ഞങ്ങളെ പുണ്യമാക്കുകയും തന്നെ ശുദ്ധീകരിക്കുന്ന ബലിയാ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്ത മോഹനീയമായ കാഴ്ച വാഴ്ത്തപ്പെട്ടതും മാധുര്യഫലം മഹത്വമുള്ളതുമാകുന്നു. കുരിശുമരത്തിലേക്ക് കരകയറി ഞങ്ങളെ രക്ഷിക്കുകയും ഊമജന്തുക്കളുടെ ബലികൾ ഞങ്ങളെ വീണ്ടുകൊള്ളുകയും ചെയ്തവനായി കന്യകപ്പെണ്ണാട്ടിൻകുട്ടിയായ കുഞ്ഞാടാകുന്നെനിക്ക് ദൈവികമായി സ്തോത്രബലി അനുഷ്ഠിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളും നേരങ്ങളും കാലങ്ങളും സമയങ്ങളും അടിയങ്ങളായുസോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയോഗ്യമാകുന്നു. മുകുലഹുന്യവുമോ സുധായ പാറക്കുമോർ അനുഗ്രഹിക്കുന്നവനായ കർത്താവിന് മുൻപാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിനു മുൻപാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ പരിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും വന്യപിതാവിൻ്റെ കൈകളാൽ കുന്തിരയ്ക്കും വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ തിന്മകളെ ഓർക്കാതെ മായ്ച്ചില്ലായ്മയുന്നവനുമായ ദൈവതമ്പുരാനെ, സ്നേഹപൂർവമായ അതിൻ്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകലജനങ്ങളുടെയും പാപങ്ങളെയും മായ്ച്ചു കളയണമേ. ഉത്തമനേ, ദയതോ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവം തമ്പുരാനേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർക്കണമേ. എൻ്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോരുടെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ സഭയുടെ മക്കളായ എല്ലാ വാങ്ങിപ്പോരുടെ ആത്മാക്കളെ നീ ഓർക്കണമേ. ദൈവം തമ്പുരാനേ, ഉള്ള ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികൾ കരുണയും കൃപയുമാകുന്ന പഞ്ഞുമഞ്ഞ് തളിക്കണമേ. കർത്താവും മഹത്വത്തിൻ്റെ നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്ക് ഓർക്കുന്ന വിമോചകനും വിമോചനവും ആയിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമല്ലണമേ. ഞങ്ങളുടെ തുണയ്ക്കായി നല്ലണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നിയേറണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, എല്ലാ കഠിനശിക്ഷകളും ദയാപൂർവ്വം ഞങ്ങൾ നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപകോടികളെ ഞങ്ങൾ കരുണാപൂർവ്വം തടുത്തു മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്ത്യാന്തി ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതി സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. പൂർണ്ണ ഹൃദയത്തോട് തന്നെ വിളിക്കുന്നവരിൽ നിന്ന് സ്തോത്രബലിയെ കൈക്കൊള്ളുന്നവനായ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ ദാസരാകുന്ന പാപികളാ ഞങ്ങളുടെ കൈകളിൽ നിന്ന് ഈ ധൂപം കൈക്കൊണ്ട് നിന്റെ വിശുദ്ധ മധുഹായെങ്കിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുകയാണമേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയും നിന്റെ ജനത്തിൻ്റെ കുറ്റങ്ങൾക്ക് വേണ്ടിയും ആത്മീയ കുർബാനകളും ബലികളും നിനക്ക് അണപ്പാന്നി ഞങ്ങളെ നീ ശക്തിപ്പെടുത്തണമേ. ഞങ്ങൾ നിനക്ക് അംഗീകരിക്കപ്പെട്ട ബലിയായി തീരുവാനും ഉത്തമനാഥിൻ്റെ റൂഹ ഞങ്ങളുടെ മേലും വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ കുർബാനകൾ മേലും വിശ്വാസമുള്ള സകലജനത്തിന്മേലും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം
വസിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ആമീൻ. കർത്താവ് അവിടുത്തെ ശുശ്രൂഷ കൈക്കൊള്ളുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാട്ടെ. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ. ആമീൻ. പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ. ആമീൻ. ജീവനും വിശുദ്ധിയുമുള്ള റൂഹ പരിശുദ്ധൻ. ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലോണം നിന്ന് വന്യപിതാവിന്റെ പ്രാർത്ഥനയേറ്റു ചൊല്ലണം. ശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകം മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാവിൽ നിന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സഹോദരങ്ങളെ, ശ്രേഷ്ഠരെ, ഞങ്ങൾ അർപ്പിക്കുന്ന ഈ കുർബാന കൈക്കൊള്ളുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള യഹ്റൂഹായിലും കാതോലിയവും സ്ലൈഹിയുമായ ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാകുന്നു നിങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. യാചിക്കേണ്ടും സമയമീതാ നോചിക്കും ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണാ സമയം. ബറക്കുമോർ സ്തോമൻ കാലോസ് സമയത്ത് സ്നേഹവും ഐക്യവും
പരിപൂർണ സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. പാറക്കുമോട് നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദൈവമായ ചുമനത്താൽ ഓരോരുത്തരും അവന്റെ അടുത്തവന് തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ പാറക്കുമോർ കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ ദൈവമായ സമാധാനത്തിന് ശേഷം കാരുണ്യവാനായ പിതാവിനും നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നീങ്ങിപ്പോകാത്ത നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിന്റെയും നിന്റെ ഏകപുത്രന്റെയും നിന്റെ പരിശുദ്ധ റൂഹായുടെയും നിർവിഷ്ണം നിറവേറ്റുവാൻ എന്നേക്കും ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുകയും ചെയ്യണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. കർത്താവേ, നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ ബലി മുഖാന്തരം എല്ലാ ശുദ്ധ വിചാരങ്ങളെയും ഞങ്ങൾ ദൂരീകരിക്കണമേ. ഇതിനാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. പാറക്കുമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും ഇടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ വന്ന് വന്യപിതാവിന്റെ കൈകളാൽ നമ്മുടെ പകവയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിന്റെ മുഴുവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നമ്മുടെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. അവിടുത്തെ ആത്മാവോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ. സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും മുകളിൽ പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് മിശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടമായ മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കൽ ഇരിക്കുന്നു. ഭക്തിയോടെ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഭക്തിയോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു. തിരുമുമ്പാകെ നിന്നുകൊണ്ട് ഇടപെടാതെ മഹത്വപ്പെടുത്തുന്ന ആയിരങ്ങളും പതിനായിരങ്ങളുമായ അഗ്നിമയന്മാരോട് ഒരുമിച്ച് തൃത്വസ്തുതികളാൽ നിന്നെ പുകഴ്ത്തുവാൻ ഞങ്ങൾ യോഗ്യരായി ഭവിക്കണമേ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നവന് വരുവാനിരിക്കുന്നവനുമായി വാഴ്ത്തപ്പെട്ടവനാവുന്നു.
ഉയരങ്ങളിൽ സ്തുതി. സാഗരമായ കഷ്ടാനുഭവത്തിന് അവിടുന്ന് ഒരുങ്ങിയപ്പോൾ തൃക്കൈകളിൽ അപ്പമെടുത്തു ബാറയ്ക്കുമോ പാറേ ഊക്കാതെ വക്സോ വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് അതനുഭവിക്കുന്നവർക്ക് നിത്യജീവന് വേണ്ടിയുള്ള തന്റെ പരിശുദ്ധ ശരീരമെന്ന് അതിനെ നാമകരണം ചെയ്തു. അപ്രകാരം തന്നെ വീഞ്ഞും വെള്ളവും ചേർത്തുണ്ടാക്കി കാസായും എടുത്തു. വാഴ്ത്തി ശുദ്ധീകരിച്ച് അതനുഭവിക്കുന്നവർക്ക് നിത്യജീവന് വേണ്ടിയുള്ള തന്റെ ബലിയുക്തമായിട്ട് അതിനെ പൂർത്തിയാക്കി. ഞാൻ വരുന്നതുവരെ എൻ്റെ ഓർമ്മയ്ക്കായി പ്രകാരം നിങ്ങൾ ചെയ്യുവീനെന്ന് അരുളി ചെയ്തുകൊണ്ട് വിശുദ്ധ സ്ലീഹന്മാർക്ക് ഇതിനെ താൻ ഫലമേൽപ്പിച്ചു. നാഥാ നിൻ മൃതിയോർത്തങ്ങൾ നീ ഉത്ഥാനമതേറ്റോതി കാക്കുന്നു നിൻ പുനരാഗമനം വാഴ്വരുളുക ഞങ്ങൾക്കെന്നു. നിന്റെ മനുഷ്യാവതാരത്തിലെ എല്ലാ രക്ഷാപ്രവർത്തനങ്ങളെയും നിന്റെ സഭയോർക്കുന്നു. ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്കനുസരണമായി പ്രതിഫലം നൽകുന്ന സമ്പദ്മയനകമാതിൻ്റെ രണ്ടാമത്തെ വരവിനെ ഓർക്കുന്നു. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോട് നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് പശ്ചാത്താപത്തോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തിയുള്ള പിതാവാം ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാവുന്ന മേലുള്ള ഇരുങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടെ ഇറങ്ങി വഹിക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ കുർബാനമേൽ പൊടുന്നേ ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്നതായി നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പേ. ഞങ്ങളെല്ലാവരോടും കൂടെ സമാധാനവും ഞങ്ങൾക്കെല്ലാം സംപ്രീതിയുണ്ടായിരിക്കണമേ. കർത്താവിനോടുത്തരമരുളണമേ. കർത്താവിനോടുത്തരമരുളണമേ. കർത്താവിനോടുത്തരമരളി ദയ തോന്നി എന്നിൽ കരുണ ചെയ്യണമേ. പരിശുദ്ധ ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ
ശരീരമായി പൂർത്തീകരിക്കട്ടെ. ആമീൻ. കലർത്തപ്പെട്ട ഈ കാസായെ ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി തീർക്കുമാറാകട്ടെ. ആമീൻ. കർത്താവേ, തിരുശരീരക്തങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും ഇവ കടങ്ങളുടെ പരിഹാരത്തിനായി തീരണമേ. തന്മൂലം അവർ നിത്യജീവന അവകാശികളായി തീരണമേ. അവർ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ആയുഷ്കാലത്ത് നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന 4 ഭാഗങ്ങളുള്ള ദൈവത്തിന് വിശുദ്ധളെ മരിച്ചുമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ബേദൽവാപ്തീസന്മാരായ ആബോന്മാർ ഇഗ്നാത്യോസിന് വേണ്ടിയും ആബോന്മാർ ബെസേലിയോസിന് വേണ്ടിയും ആബോന്മാർ ഗ്രിഗോറിയോസിന് വേണ്ടിയും നമ്മുടെ വിലപ്പെട്ടക്കാരൻ വന്യപിതാവിന് വേണ്ടിയും സത്യവിശ്വാസികളായ എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലെ ഇടയന്മാർക്കുത്തവും പ്രശാന്തമായ ദീർഘായുസ്സും നൽകണമേ. സത്യവചനം ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാർ ഇതിൽ എഴുന്നേൽപ്പിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമീൻ. ബാർക്കുമോ സർവശുദ്ധുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷയിലകപ്പെട്ട് നിന്നിൽ ആശ്രയിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരം ബലഹീനരുമായി ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന എല്ലാവർക്കും അന്യോന്യമായിക്കോ അഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഞെരുക്കത്തിലും ദാരിദ്ര്യത്തിലും ക്ലേശിക്കുന്ന എല്ലാവർക്കും നിന്റെ സഹായങ്ങൾ നൽകണമേ. അവർക്ക് സഹായത്തിൻ്റെ കൈ നീട്ടുന്നവരെയും കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുമാറാണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. വർഗിമോർ 4 ഭാഗങ്ങളുള്ള ദൈവത്തിന്റെ സഭകളെയും ദേറാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തിയർപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല വർണ്ണാർത്ഥാക്കളെ ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവന് സുഹൃത്തുക്കളായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, കാണപ്പെടാമല്ലാത്തതായ ശത്രുവിനെയും അവൻ്റെ ക്രൂരവാഴ്ചയും ഞങ്ങൾ നീക്കി കരുണയില്ലാത്ത അധിപന്മാരുടെ കയ്യിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുമാറാണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. പറക്കുമോർ ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് ഭാഗങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദേവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നബിയന്മാരെയും പ്രസംഗക്കാരായ സ്ലീഹന്മാരെയും ഏവെങ്കലിസ്തന്മാരെയും സഹതന്മാരെയും മൗദ്യാനന്മാരെയും ഭാഗ്യവാനും ദേശമാനും മുന്നോട്ടക്കാരനുമായ മോർ യൂഹാനോൻ മംദാനയെയും ശമാശന്മാരിൽ പ്രധാനിയും സഹതന്മാരുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാർ സ്തേഫാനോസിനെയും സ്ലീഹന്മാരുടെ തലവന്മാരായ
ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർ തോമാസ്ലീഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിന്റെ വിശുദ്ധന്മാരുടെ പാർശ്വങ്ങൾ ഞങ്ങളെ സംരക്ഷിക്കണമേ. അവരുടെ അണികൾ ഞങ്ങളെയും ഉൾപ്പെടുത്തണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിസ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ബർക്കുമോ സ്നേഹവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധിയോട് മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും ദഹിയായാലും ക്രിസ്ത്യനോ പോലീസിലും എഫേസസ് വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പുതു സുന്നതോസുകളെയും അവയിലുണ്ടാകുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ദർശനമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഓസ്ലേമിന്റെ 1-ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സഹതായുമായ യാക്കോബും എഗ്നാത്യോസും ക്ലീമീസും ദിവനാസോസും അത്താനിയാസോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോരോസും തീമോത്തിയോസും ഫിലക്സീനോസും അന്തീമോസും യാവാനീസും വചനമായ ദൈവം ശരിയായി തീർന്നുവന്ന് നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നതഗോപുരമായ പ്രസിദ്ധനായ മാർക്കൂരിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ വിശ്വസഭ മുഴുവന്റെയും വിവേകമുള്ളവായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ നിറഞ്ഞ മീത്തിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചനുമായ പ്രാർത്ഥികന്മാർ സിവിരോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവാമാർ യാക്കോബ് പ്രധാനായും മാരപ്രേമും മാർ യാക്കോബും മാർ ഇസഹാക്കും മാർ ബാലായും ദുഃഖിതന്മാർ തലവന്മാരായ മാർ ബർസവുമായും മാർ സിമനോന്തസ്തനിയും തെരഞ്ഞെടുക്കപ്പെട്ട മാരഭായും എൽഡോമാ ബസീലിയോസും മലങ്കരുടെ പരിശുദ്ധനായ മാർ ഗറിയോറിയോസും മാർ ദിവന്യാസോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചവരായി ഇവരുടെ മുൻപും ഇവരുടെ കൂടെയും പിൻപുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് ഓട്ടിയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, സത്യവിശ്വാസത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളെ അതിന്ന് വ്യതിചലിക്കാത്തവരും കുറ്റമില്ലാത്തവരുമാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിസ്തോത്രവും സമർപ്പിക്കുമാറാണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. രവികളുടെയും ശ്രേണങ്ങളുടെയും മുഴുവൻ പിതാവാൻ ദൈവമേ, സത്യവിശ്വാസം കൊടുത്തിരാവശ്യം ശ്രമിച്ച് നിനക്ക് വന്നുചേർന്നവരായ ഈ പരിശുദ്ധ ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടെ വിശ്വാസത്തോടെ വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസിലാസനം മരിച്ചു പോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തന്നിടെ കരുത്തുണ്ട് നമ്മുടെ ദൈവമായ മിശിഹായോട് ധാരാളം അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാവമോത്തവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും ഒരു സ്വർഗ്ഗത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയലായിസോൻ നട്ടഹസിച്ച് പറയണം. കുറിയലായിസോൻ കുറിയലായിസോൻ കരുണയോടെ ഞങ്ങളുടെ വാങ്ങിപ്പോരെ നീ കടാക്ഷിച്ച് അവരുടെ കടങ്ങൾ പരിഹരിക്കണമേ, തെറ്റുകൾ ക്ഷമിക്കണമേ. എന്തെന്നാ നിന്റെ ഏകപുത്രന്റെ ശരീരത്തിൽ അവരുടെ അവയവങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നുവല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും കണ്ടെത്തുവാൻ വേണ്ടി ഞങ്ങളും വാങ്ങിപ്പോരും അവനിൽ തന്നെ ശരണപ്പെടുന്നു.
ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചവരെ നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോടാതെ അറിവോടുകൂടാതെ നിന്റെ ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. ഞങ്ങളുടെയും വാങ്ങിപ്പോലെ അപരാധങ്ങൾ ഓർക്കാതെ ഞങ്ങളെയും വാങ്ങിപ്പോരെയും ക്രിസ്ത്യാന്ത്യത്തിന് നീ അർഹരാക്കി തീർക്കണമേ. തന്മൂലം സകലത്തിനും ബഹുമാന്യവും വാഴ്ത്തപ്പെട്ടതുമായ നിന്റെ നാമവും ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായുടെയും നിന്റെ പരിശുദ്ധരുടെയും നാമങ്ങളും സകലത്തിലും എന്നപോലെ ഇതിനാലും മഹത്വീകരിക്കപ്പെടുകയും പൊഴുത്തപ്പെടുകയും ചെയ്യുവാനിടയാകണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമീൻ. തന്റെ തിരുനാമം തന്നെയിരിക്കും തലമുറ തലമുറകളായി തലമുറവരെയും ലോകലോകം സ്ഥിതിയും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹാ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. അൻപുടയോനീ നിൻ വാതിൽ ഹാലേലൂയ ഹാലേലൂയ മുട്ടുന്നു ദാസനാദം കൂറിയിലായിസോ ഹാലേലൂയ ഹാലേലൂയ ബാരക്മോ കൂറിയേലായിസോ ആർക്കുമോ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നമസ്കാരങ്ങൾ കൈക്കൊള്ളുന്നവനും അപേക്ഷകൾക്ക് മറുപടി നൽകുന്നവനും ആദ്യമേ നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. പരിശുദ്ധനാ നിന്റെ ഏകപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചില്ല ഈ കർത്തൃ പ്രാർത്ഥന നിർഹൃദയത്തോടെ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയെ ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ദൈവം തമ്പുരാനേ, ദുഷ്ടനും എല്ലാവിധ നിയമലംഘനങ്ങളും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളും ഭോഷത്വങ്ങളും ക്ഷമിക്കണമേ. ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളോട് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഞങ്ങൾക്ക് നീ പരിഹാരകനായിരിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുമാറാണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. അണിക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്ന മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ, തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു.
കർത്താവേ, നിന്റെ ഏകപുത്രന്റെ തിരുശരീരക്തം അനുഭവിക്കുവാൻ പ്രതീക്ഷിച്ചു നിൽക്കുന്ന നിന്റെ ജനത്തെയും നിന്റെ ഇടവയിലെ ആടുകളെയും നിന്റെ വലതേ നീട്ടി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുമാറാണമേ. ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്തതും ഉണ്മയായതും ആദ്യന്തമില്ലാത്തതും വന്ദിക്കത്തക്കതും സാരാംശത്ത് സമത്വമുള്ളതുമായ വിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയാനുഗ്രഹങ്ങളും നമ്മുടെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ നീക്കമുണ്ടായിരിക്കട്ടെ. ഭയത്തോടും വിരലോടും കൂടെ നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. വെടിപ്പുള്ളവർക്കും ഈ വിശുദ്ധതകൾ നൽകപ്പെടുന്നു. പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകരൂഹായ അല്ലാതെ പരിശുദ്ധനില്ല. ആമേൻ. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനിൽ വിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതി. ആമേൻ. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ പിതാവ് നമ്മോടുകൂടെ. തിരുമേനിയുടെ വിലയേറിയ കഷ്ടാനുഭവങ്ങളാൽ ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ പുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനും വിശുദ്ധിയുള്ള ഏകരൂഹായി നമ്മോടുകൂടെ. കർത്താവിൻ്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുതന്മാരായിടുവാൻ ആയുഷ്കാലെ പഠിപ്പിച്ച താതൻ മാരെയോർക്കേണം പ്രാർത്ഥന കുർബാനകളിൽ നാം ശാശ്വതരാജേ സ്വർഗത്തിൽ നീതിജന്മാസിദ്ധന്മാ എന്നീവരൊപ്പം ദൈവസുതൻ ആശ്വാസമവർക്കീടും മുറിയോറാഹിന്മേലായി നൂവാതാറായി. നാൾ സ്തുതിയോടു രാജമകൾ ഹാലേ ലുയ്യായു ഹാലേ ലുയ്യാ നിൻവലമായി രാജപാമിനിയും നിന്നഴകര ജന്മോഹിമാൻ ഹാലേലൂയാവു ഹാലേലൂയാ നിൻ ജനമോർക്കായ മൃദുഗഹവും ബാറക്കുമോ ബോലാ ബോല ബറോവൽ റൂഹോ കാദീശോ ബൻവോലം വാദാമുൽ വോലം വൽ ബീനാമീൻ. നിന്നിലുദിച്ചോരേകസുതൻ തൃക്കളെ ഞങ്ങളിൽ അലിവാത്തൻ പക്കളപേക്ഷയണ കേണം സ്തൗമൻ കാലസ്തുറിയേലായിസോ വരദായകമാകാ തൽ പ്രാർത്ഥന ഞങ്ങൾ
ആത്മാവിനു കോട്ട ബാർക്കുമോ. ദൈവ പ്രസവേത്രീ കന്യകമറിയാമിൽ ഉയരും നോയാരിൽ സുഖപരിമളധൂപം മുറിയോറാഹേൻ മേലൈനു ആധാരായി. മാതൃജനത്തിൻ പ്രാർത്ഥനയും അടികളയും നിൻ കോപത്തിൻ വടികളയും മായ്ച്ചിടേണം. പോലെ തടുത്തിടുമേ. ഹാലേലൂയ. വളരും അവൻ ലബനോൻ കാരുകൾ പോൽ. വൃദ്ധതയിലും തളിരിട്ട് മെൻഗോലം മീനാമി. ഉണ്ടേ മേലും നിന്നോർമ്മ ഉദകണമേ നിൻ പ്രാർത്ഥന നിന്നോർമ്മേ ബഹുമാനി ചോർക്കായി. സാമേയാമിതല്ലോ മോർത്തോമാസ്ലീഹ. പതിവിൻ പണി നിൻ കൂട്ടത്തായി പ്രാർത്ഥിക്കാം. ഇമ്പവഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മൂശേ പോത്ര കൈവാ തേണം ബാർക്കുമോ. നിന്നെ വരിച്ചൊരു താതേനും മോഗ്രിഗോറിയോ നിന്നോർമ്മയെ ബഹുമാനിച്ച സുതനും സ്തോത്രം. നിന്നെ മൂടിച്ചൂടിടും നാറുഹാവന്യൻ നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾക്കെന്നും. പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോട. അടികളെയും തൻ കോപത്തിൻ വടികളെയും മായ്ച്ചിട. ത്രിയേകാ ദൈവത്തിൻ്റെ വലുതൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ സ്ലീഹാ നോയമ്പിൻ്റെ കാലയളവാണല്ലോ ഇത്. പരിശുദ്ധരായ 12 സ്ലീഹന്മാരെയും അതോടൊപ്പം തന്നെ പരിശുദ്ധനായ പൗലോസ് സ്ലീഹായെയും ഓർത്തുള്ള നോയമ്പ് 13 ദിവസത്തെയാണ്. ജൂൺ മാസം 16-ാം തീയതി തുടങ്ങിയിട്ട് 29-ാം തീയതി പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ രക്തസാക്ഷി മരണത്തിൻ്റെ ഓർമ്മ ദിവസത്തെ ആചരിച്ചുകൊണ്ട് ആ നോയമ്പ് അവസാനിക്കുന്നു. 30-ാം തീയതി 12 സ്ലീഹന്മാരുടെ ഓർമ്മ പൊതുവായി കഴിക്കുകയും ചെയ്തു. സ്ലീഹ എന്ന് പറഞ്ഞാലും അപ്പോസ്തോൽ എന്ന് പറഞ്ഞാലും ആ വാക്കിൻ്റെ അർത്ഥം അയക്കപ്പെട്ടവനെന്നാണ്. സ്ലീഹ സുറിയാനി ഭാഷയിലെ വാക്കാണ്. അപ്പോസ്തോലൻ ഗ്രീക്ക് ഭാഷയിലെ വാക്കാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് അയക്കപ്പെട്ടവരാണ് പരിശുദ്ധരായ ശിഷ്യന്മാർ. അവർ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും പോവുകയും കർത്താവിനെ കുറിച്ചുള്ള സുവിശേഷം എല്ലാ സ്ഥലത്തും അറിയിക്കുകയും ചെയ്തു.
വിദൂരമായി ഭാരതഭൂമിയിലേക്ക് പരിശുദ്ധനായ മോർത്തോമാ ശ്ലീഹ വരികയും ഇവിടെ വിശ്വാസം നട്ട് നനച്ചു. അദ്ദേഹത്തിൻ്റെ ജീവരക്തത്തിൻ്റെ രക്തത്തുള്ളികൾ ഈ സഭയുടെ അടിത്തട്ടിലുണ്ട്. വളരെയേറെ ക്ലേശങ്ങൾ സഹിച്ച ആ പുണ്യപിതാവ് ഭാരതഭൂമിയിലേക്ക് വന്നു. ഇവിടെ മലങ്കരയിലും അതുപോലെ തന്നെ മറ്റുള്ള പല സ്ഥലങ്ങളിലും അദ്ദേഹം സുവിശേഷം അറിയിക്കുകയും അദ്ദേഹം കുന്തം കൊണ്ട് കുത്തപ്പെട്ട് രക്തസാക്ഷിയായി തീരുകയും ചെയ്തു. അതുപോലെ ഓരോ ശിഷ്യന്മാരും ഓരോ സ്ഥലത്തേക്ക് പോയി. പരിശുദ്ധനായ പൗലോസ്ലീഹ റോമാ പൗരനായിരുന്നുകൊണ്ട് അദ്ദേഹത്തെ കുരിശിൽ തറച്ച് കൊല്ലുന്നില്ല. റോമാ പൗരന് ഒത്തിരി അവകാശങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹത്തെ വധിക്കുന്നതിനും പെട്ടെന്നുള്ള ഒരു മരണമാണ് അദ്ദേഹത്തിന് നൽകുന്നത്. അതേസമയം പത്രോസ്ലീഹായാകട്ടെ അദ്ദേഹത്തിൻ്റെ തന്നെ ഇഷ്ടപ്രകാരം തലകീഴായിട്ട് കുരിശിൽ തറയ്ക്കപ്പെട്ടു. ഈ ശിഷ്യന്മാരിൽ യോഹന്നാൻ ശ്ലീഹ മാത്രമേ സ്വാഭാവിക മരണം പ്രാപിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം രക്തസാക്ഷികളായിട്ട് മരിക്കുകയാണ് ചെയ്തത്. അവരുടെ മധ്യസ്ഥതയും പ്രാർത്ഥനയൊക്കെ അന്നു മുതൽ ഇന്നു വരെ എന്നും സഭയ്ക്ക് കോട്ടയായിരിക്കുകയാണ്. അവരുടെയൊക്കെ പ്രാർത്ഥനയാൽ ദൈവം നമുക്കെല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നൽകുന്നു. കൃപകളും അനുഗ്രഹങ്ങളും നൽകുന്നത് പരിശുദ്ധയായ അമ്മയോ പരിശുദ്ധ സ്ത്രീഹന്മാരോ മറ്റു പരിശുദ്ധന്മാരോ ഒന്നുമല്ല. ഇവരുടെ എല്ലാം പ്രാർത്ഥനയാൽ ദൈവം നമുക്ക് കൃപകളും അനുഗ്രഹങ്ങളും നൽകുന്നു. ആ സ്ത്രീഹന്മാർ അന്ന് അയക്കപ്പെട്ടു. നമ്മളും ഈ ലോകത്തിലേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടിട്ടുള്ളവരാണ്. ഓരോരുത്തരെയും കുറിച്ചും ദൈവത്തിന് ഓരോ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം നിറവേറ്റുവാനായി ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കും. ഒരു പുരുഷനെ ഒരു ഗൃഹനായകനായിട്ടോ ഒരു സ്ത്രീയെ ഒരു ഗൃഹനായികയായിട്ടോ ഒക്കെ ആകുന്നത് അവർ വെറുതെ അങ്ങ് തനിയാകുകയല്ല, ദൈവം അയച്ചിട്ടാണ് അവരോരോരുത്തരും ആ സ്ഥാനത്താകുന്നത്. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളതാണ് എന്ന് കർത്താവ് തന്നെക്കുറിച്ച് തന്നെ പറയുന്നു. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക എന്നുള്ളതായിരുന്നു പുത്രൻ്റെ ജോലി. പുത്രൻ ആ കർത്തവ്യം വളരെ കൃത്യമായി നിർവഹിക്കുന്നു. അതുപോലെ ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ടിട്ടുള്ള നമ്മൾ ഓരോരുത്തരും അവരവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ കൃത്യതയോടെ പെരുമാറണം. നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയവും മറ്റു താലന്തുകളും കൃത്യമായി ഉപയോഗിക്കണം. ധനമായാലും വസ്തുവകളായാലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവരവരുടെ കാര്യത്തിന് വേണ്ടി മാത്രമല്ല സമൂഹത്തിൻ്റെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കണം. ആ പരിശുദ്ധരായ ശിഷ്യന്മാർ അവരുടെ ജീവിതം മുഴുവനും സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയും സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയും പ്രയോജനപ്പെടുത്തി. നമ്മൾ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്നത് നമ്മുടെ ഭവനങ്ങളെക്കുറിച്ചുള്ള ചിന്ത ധാരാളം ഉണ്ടാകണം. ഓരോ ഗൃഹനായകനും ഗൃഹനായികയും അവരുടെ വീടുകളെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകുകയും അടുത്ത തലമുറയെക്കുറിച്ച് വളരെ വളരെ വ്യക്തതയോടെ പെരുമാറുകയും ചെയ്യണം. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ താഴത്തെ തലമുറകൾക്ക് വേണ്ട വിധത്തിലുള്ള ഉപദേശങ്ങളോ അതുപോലെ തന്നെ കാഴ്ചപ്പാടുകളോ ഒന്നും പഴയ തലമുറയിൽ നിന്ന് ലഭിക്കുന്നില്ല. കുറച്ചുകൂടെ പഴയ തലമുറയിലോട്ട് നോക്കുമ്പോൾ അതൊക്കെ ധാരാളമായി ലഭിച്ചിരുന്നു. ഇന്നത്തെ പ്രായം കുറഞ്ഞ പിതാക്കന്മാരും മാതാക്കളുമൊക്കെ
ഇതിനെക്കുറിച്ച് വലിയ ഒരു ശ്രേഷ്ഠമായൊരു കാര്യമായിട്ട് പലപ്പോഴും കരുതുന്നില്ല. അത് കരുതേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഭവനത്തിലെ ജീവിതം, കുടുംബത്തിൽ ഒരുമിച്ചുള്ള ജീവിതം സന്തോഷകരമാണോ, സമാധാനകരമാണോ, അതോ അസ്വസ്ഥതകളും പിറുപിറുപ്പുകളും നിറഞ്ഞതാണോ എന്ന് പരിശോധിക്കണം. ഇവിടെ ഈ വിശുദ്ധ കുർബാനയ്ക്കോ ഏതെങ്കിലും ദൈവാലയത്തിൽ കുർബാനയ്ക്കോ ചെല്ലുമ്പോഴൊക്കെ പല പ്രാവശ്യം നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ, സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നു. ആ സമാധാനം നമ്മളിൽ വസിക്കണമെങ്കിൽ കർത്താവ് തന്നെ കൽപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്ലീഹന്മാരെ അയക്കുമ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും ഭവനത്തിലും സ്ഥലത്തും ചെല്ലുമ്പോൾ അതിന് സമാധാനം ചൊല്ലണം. അവിടെ ഒരു സമാധാനത്തിൻ്റെ പുത്രനുണ്ടെങ്കിൽ, പുത്രിയുണ്ടെങ്കിൽ അവർക്ക് സമാധാനം ലഭിക്കും. ഇല്ലെങ്കിൽ ആ സമാധാനം തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ പോരും. ഇന്ന് സമാധാനം കൊടുക്കുന്ന വൈദികർക്കും സമാധാനം സ്വീകരിക്കുന്ന വിശ്വാസികൾക്കും എന്തുകൊണ്ട് സമാധാനം ലഭിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, സമാധാനത്തിൻ്റെ മക്കളായെങ്കിൽ മാത്രമേ അത് പറ്റുകയുള്ളൂ. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും സമാധാനത്തിൻ്റെ മക്കളായിട്ട് ജീവിക്കണം. പരിശുദ്ധരായ ശിഷ്യന്മാർ അവർ ദൈവത്താൽ ഐക്യപ്പെട്ടു എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോട് പ്രവർത്തിച്ചു. നമ്മളും ദൈവത്താൽ ഈ ലോകത്തിലേക്ക് ഐക്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ വിശ്വാസത്തോട്, ആ ദൈവിക ഭക്തിയോട്, ദൈവ സാന്നിധ്യബോധത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഈ പരിശുദ്ധാലയത്തിലോ ഏതെങ്കിലും പരിശുദ്ധാലയങ്ങളിലോ വന്ന കുർബാനയിലും നമസ്കാരത്തിലും ഒക്കെ സംബന്ധിക്കുമ്പോൾ ദൈവ സാന്നിധ്യബോധം ഉണ്ടാകാതെ നമസ്കരിച്ചിട്ടോ കുർബാനയെ സംബന്ധിച്ചിട്ടോ ഞങ്ങൾ കുർബാന അർപ്പിച്ചിട്ടോ ഒരു കാര്യവുമില്ല. ദൈവ സാന്നിധ്യബോധത്തോടുകൂടി, സമാധാന മനസ്സോടുകൂടി, പിറുപിറുക്കൽ കൂടാതെ കിട്ടുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള സന്തോഷത്തോടെ സമാധാനത്തോടെ പ്രവർത്തിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബലഹീനായ നമ്മയും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. മക്കളിൽ അപ്പൻ കൃപയുവതുപോലെ ഹല്ലേലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ശുഭോലാ ബോല ബ്രോൽ റൂഹോ കാദീസോ ത്താലേ നിൻ കൃപയിൽ ഗാത്രത്തെ ഭക്ഷിച്ചും വിനേരും രക്ത കാസപാനം ചെയ്തും ബ്രദരായോരേ നാശം നീക്കി ജീവിപ്പിച്ച് അണിയണം നിന്നേ നോക്കും നവരിൽ കാന്തി ബാർക്കുമോ ബ്രദരെ ജീവിപ്പിപ്പാനെഴുന്നള്ളും രാജാ മുകിലഴകിന്മേലാഘോഷിതനായിടുന്നു നയവാൻമാർദ്ദൻ മുൻകൊമ്പിൽ നാദം കേട്ടി ടങ്കിയണിഞ്ഞെതിരേൽപ്പാന പോയിടുന്നു മുറിയോറാകെ മേലൈനു അതറേ മരമാതിനുയിരേ കർത്താവേ കിട്ടിയ നിന്റെ വരം നൃത്തത്തെ കൊണ്ടാടി മരി ചോറും കൈക്കും
വിശുദ്ധ കുർബാന അനുഭവിക്കുവാനുള്ളവർ ചൊല്ലിത്തരുന്നതായ പ്രാർത്ഥന ശ്രദ്ധയോടെ ഏറ്റുകൊള്ളണം. എന്റെ കർത്താവേ, നിന്നെ ഭക്ഷിപ്പാൻ എന്നെ യോഗ്യനാക്കണമേ. എന്റെ കർത്താവേ, നിന്നെ ഭക്ഷിപ്പാൻ യോഗ്യനാക്കി തീർക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം എന്റെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോകുകയും നിന്റെ ജീവനുള്ള കാസ് എന്ന പാനീയത്താൽ എന്റെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. എന്റെ കർത്താവ് എന്നേക്കും എന്റെ ദൈവമേ, ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നാൽ ഞാൻ യോഗ്യനായി തീരണമേ. ആമീൻ. രക്ഷകനുര ചെയ്ത എന്മേരെ തങ്ങൾ വിശ്വാസാൽ ശുദ്ധ്യ എന്നെ കൈ കൊണ്ട് കൽപ്പന കാക്കും എൻ സ്നേഹിതനല്ലോ. ചൊല്ലണം. പിതാവിനും പുത്രനും ായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു. ആദ്യം മുതൽ തലമുറ വരെയും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്കായിട്ട് വന്നവനും ഞങ്ങളുടെ ഉയർപ്പിനും എന്നേക്കും ഞങ്ങളുടെ വർഗത്തിന്റെ പുതുക്കത്തിനുമായിട്ട് വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പുണ്യപ്പെടുത്തുന്ന അതിന്റെ ബലിപീഠത്തുനിന്ന് നിന്റെ അടിയാർക്ക് പാപരിഹാരം ഇറങ്ങുമാറാകണമേ. കാണപ്പെടാതില്ലാത്തതായ നിന്റെ വലതേ നീട്ടി ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ ദൈവമായുള്ളവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കുമായി നിന്റെ വിലയേറിയ ശരീരവും തിരുരക്തവും കൈക്കൊള്ളുന്ന നിന്റെ ആരാധകരുടെ ഈ സംഘത്തെ വാഴ്ത്തണമേ. നമ്മുടെ രക്ഷിതാവുമായ യേശുമിശിഹാ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധ രഹസ്യങ്ങൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും അവയെ കൊടുക്കുന്നവരും അവയെ കൈക്കൊള്ളുന്നവരും അവയിൽ പരിശ്രമിച്ച് സംബന്ധിച്ചവരുടെ മേലും സംബന്ധിക്കുന്നവരും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളിലും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരമരുളി ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങൾക്കുള്ള ശരണവുമേ നിനക്ക് സ്തുതി. ബാറക്കുമോ. സ്തുതി ദൈവത്തിനുയരത്തിൽ തന്മാതാവിൻ ഉന്നതിയും മഹിമാമുടി സഹദേന്മാർക്കും മൃദരിൽ കരുണയുമുണ്ടാകാം. ഹല്ലേലൂയ. കർത്താവിനേക്ക് ഞങ്ങളുടെ ദൈവമായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹാ, ഞങ്ങൾ ഭക്ഷിച്ച നിന്റെ വിലയേറിയ ശരീരവും ഞങ്ങൾ പാനം ചെയ്ത പുണ്യപ്രദമായ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കും പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവൻ രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ഞങ്ങളെല്ലാവരിലും കരുണ ചെയ്യണമേ. നമിക്കും നിന്നെ എല്ലാ നാവും സ്തുതി പാടും. കബറടഞ്ഞോർന്നൽ ശരണം നീ മൃദർത്താനുയർപ്പും
നീ തന്നെ ഹല്ലേലൂയ. കർത്താവേ, നിന്റെ മനുഷ്യ സ്നേഹത്തെ ഞങ്ങൾ സ്തുതിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെല്ലാവരെയും നീ ശക്തിപ്പെടുത്തി സഹായിച്ച് താങ്ങി എഴുന്നേൽപ്പിക്കണമേ. ഈ ആത്മീയമേശയിൽ ഞങ്ങൾ സന്തുഷ്ടരായിരിക്കുന്നതിനാൽ ഞങ്ങൾക്കെല്ലാവർക്കും പാപരിഹാരവും ആശ്വാസവും നൽകണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. എല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. പാറയ്ക്കുമോർ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിനു ശേഷം വീണ്ടും കാരുണ്യവാനായ കർത്താവിന്റെ മുൻപാകെ നാം തലൂനിക്കണം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് നാശമില്ലാത്ത ഭക്ഷണമായി തീർന്ന സത്യപ്പമായ മിശിയാതമ്പുരാനെ, ഇടാത്ത നരകത്തൊന്നും ചാകാത്ത മുഴുവൻ ഞങ്ങളുടെ ആത്മശരീരങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും എന്നേക്ക് സമർപ്പിക്കുകയും ചെയ്യുമാറാണമേ, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമീൻ. ബാരേക്കുമോ. ആമീൻ. ബാരേക്കുമോ. വൈദികദാതരും അതിധന്യാസ്ലിഹരും അർപ്പിച്ചതുപോലെ അഗതികളടിയാരർപ്പിച്ച ബലികാഴ്ചകളിൽ തെളിയണമേ. വാട്ടുക ഞങ്ങളെ ദേവേശ, കാത്തരുളുക നിർമ്മാതാവേ. കർത്താവേ, തുണയായവനെ കാണിക്കണമേ ജീവവഴി. മാതാവിയായിരിക്കും പരിശുദ്ധന്മാരും നാഥ പുണ്യം നൽകിയോ മരിച്ചോർക്കും. നമ്മുടെ സഹോദരങ്ങളും വാത്സല്യമുള്ളവരുമേ, കർത്താവിന്റെ പുണ്യപ്പെടുത്തുന്ന വെളിപ്പെടുത്തുന്ന അനുഗ്രഹങ്ങളോടും വഴിയാഹാരങ്ങളോടും കൂടെ വിശുദ്ധിയും മഹത്വമുള്ള തൃത്വത്തിന്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ ഞങ്ങൾ ഫരമേൽപ്പിക്കുന്നതായ സമയത്ത് സമാധാനത്താൽ പോകുവീൻ. ആമീൻ. ദൂരസ്ഥരോട് സമീപസ്ഥരും വാങ്ങിപ്പോയവരോട് ജീവനുള്ളവരും കർത്താവിന്റെ ജയമുള്ള സ്ലീപായാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസാർമായാൽ മുദ്രൂത്തപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കുകയും നിങ്ങളുടെ കുറവുകളെ ക്ഷമിക്കുകയും നിങ്ങളുടെ വാങ്ങിപ്പോലെ ആത്മാക്കളെ അനുകൂലമാക്കുകയും ചെയ്യും. ബലഹീനനും പാപിയും ദാസനുമായ ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ അനുഗ്രഹം കൈക്കൊണ്ട് സഹായിക്കപ്പെടുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് തൃപ്തരായി സമാധാനത്താൽ പോകുവീൻ. എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യും. അംഗീകരിക്കുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമ്പോൾ